പലപ്പോഴും നമ്മുടെ പേരൻസിനൊന്നും ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല ഫ്രണ്ട്സിനോടായിരുന്നു അവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ആശയത്തിൽ നമ്മൾ എത്തിയത് കൊണ്ട് തന്നെയാണ്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വളരെ ബോധവാന്മാരാണ് ജെൻസി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇവിടെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ട്രാക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചുമായി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ ഭദ്രയും നവനീതയും. എന്താണ് ഈ ഒരു പ്രോട്ടോടൈപ്പ്? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഇപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പേര് ത്രൈവ് പ്രോവ് എന്നാണ്. ആപ്പുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതിൻ്റെ പേരാണ് ത്രൈവ് ബാൻഡ്. അപ്പോൾ ഇത് സ്റ്റുഡൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് മോണിറ്റർ ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ച് അതിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ മോണിറ്റർ ചെയ്ത് അത് എപ്പോൾ പഠിക്കണം എപ്പോൾ പഠിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അനലൈസ് ചെയ്ത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പും സ്മാർട്ട് വാച്ചുമാണ് നമ്മുടെ വാച്ച്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ക്വിസ് വരും. ആ ക്വിസ് AI ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമ്മളിത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്കെഡ്യൂൾ കിട്ടും. അറ്റൻഡ് ചെയ്ത് ആ കുട്ടിയുടെ മാനസിക നില എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്കൊരു സ്കെഡ്യൂൾ കിട്ടും. ആ സ്കെഡ്യൂൾ അനുസരിച്ചായിരിക്കും ആ കുട്ടി ഫോളോ ചെയ്യും. ഇപ്പം ഡയറ്റ് പ്ലാൻസ് ആയിരുന്നാലും സ്റ്റഡി ആയിരുന്നാലും അതൊക്കെ മാനേജ് ചെയ്തിട്ടായിരിക്കും, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നത്. അതായിരിക്കും മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പം അത് ഫോളോ ചെയ്യുമ്പോഴത്തന്നെ ആ കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. നമുക്ക് കംപ്ലീറ്റ്ലി ആപ്പിൽ നമുക്ക് AI ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് AI ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും സർട്ടിഫൈ ചെയ്തിട്ടാണ് ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ആക്യുറേറ്റ് ആയിട്ടേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.